ഇന്ന് ഞാൻ കടന്നുപോയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കുറച്ച് മൊമെൻറ്റ്സിലൂടെയാണ്. മെൻ്റലിസ്റ്റ് ആദിയുടെ സ്റ്റേജിൽ അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രകടനങ്ങൾ ഓരോന്നും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവമായിട്ട് മാറുകയാണ്. ഇത് നമ്മളെ വിസ്മയങ്ങളുടെ ഒരു പരമ്പര നമ്മൾ മുമ്പിലൂടെ കടന്നുപോവുകയാണ്. ഞാൻ മിറക്കിൾസ് വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ മാജിക്കിൽ വിശ്വസിക്കുന്ന ആളാണ്. അതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ അത്രത്തോളം നമ്മളെ വിസ്മയിപ്പിച്ച മാജിക്കൽ മൂമെൻറ്റ്സ് നമുക്ക് തന്ന ഈ ഒരു ഈവനിങ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഈവനിങ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റേജ് ഷോസ് ഐ ഹാവ് എവർ വിറ്റ്നസ്ഡ്. താങ്ക് യു ആദി ഫോർ ഞങ്ങളെ വിസ്മയിപ്പിച്ചത്. നന്ദി. നേരത്തെ കണ്ട പലരും എന്നോ കാണണം, മസ്റ്റ് വാച്ചാണ് എന്ന് പറഞ്ഞ ഒരു ഷോയാണത്. ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചാണ്, പക്ഷെ പലതരത്തിൽ നടന്നിട്ട് ഇന്നാണത് സാധ്യമായത്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അതിന് ഏതെങ്കിലും തരത്തിൽ എന്നെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. അത് ഒന്ന് വാക്കുകൾ കൂടി പറഞ്ഞ് ഒരാളെ അറിയിക്കാനും കഴിയില്ല. നേരിൽ കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ അറിയുള്ളൂ. ഇതൊരു അത്ഭുതമാണ്, ഒരു അത്ഭുത ഷോ ആണ് എന്ന് ഉറപ്പായും പറയുന്നത്. ഇതിൽ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ വിസ്മയങ്ങൾ മാത്രമാണ്. ഇത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഷോ ആണ്. മെന്റലിസ്റ്റ് ആദി പുലിയാണ്, കിടുവാണ്. ഞാൻ തൃശ്ശൂർ പൂരം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. അപ്പൊ അവിടെ ഒരുപാട് പൂരവിസ്മയങ്ങൾ കണ്ടതാണ്. തെച്ചിക്കോട്ടുകാർ രാമേന്ദ്രൻ എത്ര കണ്ടാലും മതി വരാത്ത ഒരു ആനയാണ്. ആന വിസ്മയം, വൈകുന്നേരം ആദ്യ വിസ്മയം, വിസ്മയം. താങ്ക്സ് ലോട്ട്. ഹീസ് ബ്ലഡി മെന്റലിസ്റ്റ്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഏത് ലോകത്താണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അവസ്ഥയിലാണ് ഇരുന്നത്. നമ്മളൊരു മായാ ലോകത്താണോ അതോ റിയൽ ലൈഫാണോ എന്താ പറയണ്ടേ? ഇങ്ങനൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഷോയിൽ വന്നിരിക്കുമ്പോൾ നമുക്കത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ അത് കണ്ടിന്യൂസ് ഒരു 2.5 മണിക്കൂറോളം ഒരു സിനിമ കാണുന്ന അത്രയും സമയമുണ്ട്. ഇപ്പൊ സിനിമ പോലും നമുക്കൊരു 1.5-2 മണിക്കൂറിനകത്തൊക്കെ തീർന്നില്ല എങ്കിൽ നമുക്കൊരു ഒരു ഇറിറ്റേഷനാണ്. പോവാം എന്നുള്ള ടൈമില്ല, ഒന്നിനും നമുക്ക് ടൈമില്ല. നമ്മൾ ഹറിബറിയാണ് എല്ലാത്തിലും. ജീവിതത്തിൽ നമ്മൾ ഹറിബറിയാണ്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ പാരന്റ്സിന് ഈ പറഞ്ഞ പോലെ ഫാമിലിക്ക് കൊടുക്കാൻ സമയമില്ല. ഇങ്ങനൊരു ഷോ പറയുമ്പോൾ അതിനകത്ത് റിയാലിറ്റിയും കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഏത് ലൈഫിൽ കൂടെയാണ് കൊണ്ടുപോകുന്നത്. ഹ്യൂമറുണ്ട്. ഇതൊരു റിയൽ ലൈഫും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു സിനിമ കാണുന്നതിലും റിലാക്സ് ചെയ്ത് നമുക്കിത് കാണാൻ പറ്റി എന്നുള്ളതാണ്. ആദ്യം ഒരു നല്ല ആക്ടറാണ്, നല്ലൊരു മെന്റലിസ്റ്റ് ആണ്, നല്ലൊരു മനുഷ്യനാണ്.